സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളും ലഹരി ഉപയോഗം കൂടുന്നതും നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ആരോപണ പ്രത്യാരോപണങ്ങളും ഒപ്പം വാക്പോരുമൊക്കെ ഉണ്ടായെങ്കിലും പോസിറ്റീവായ ഒരുപാട് നിർദ്ദേശങ്ങളും ക്രിയാത്മകമായ ചർച്ചകളും ഇന്ന് സഭയ്ക്കകത്ത് നടന്നു. അതിനകത്ത് ആ ചർച്ച വൈൻഡപ്പ് ചെയ്തത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഉൾപ്പെടുത്തി കാര്യക്ഷമമായ രീതിയിലുള്ള ചർച്ചകൾ ഓരോ ഇടങ്ങളിലായി നടത്തണം. അങ്ങനെ നമുക്ക് ഈ വലിയ വിപത്തിനെ കഴിയാവുന്ന രീതിയിൽ പൊരുതി തോൽപ്പിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ തീരുമാനത്തോടു കൂടിയാണ് ചർച്ച പിരിഞ്ഞത്. അതിനകത്ത് പ്രധാനമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം ഈ ലഹരി ഉപയോഗം കൂടുമ്പോൾ അതിൻ്റെ ഒഴുക്കും ഫ്ലോയും കൂടുമ്പോൾ അത് തടയാൻ കാര്യക്ഷമമായൊരു മാസ്റ്റർ പ്ലാൻ സർക്കാരിനില്ല എന്നുള്ളതായിരുന്നു കേട്ടതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിമർശനം. അതിന് ഈ ഡാൻസ് ഓഫ് ടീമും സമീപകാലത്ത് കഴിഞ്ഞ വർഷമൊക്കെ ഈ എക്സൈസ് സംഘം പിടികൂടിയ കണക്കുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ പ്രതിപക്ഷം ഉയർത്തിയ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടില്ല. എന്തായാലും ഇന്നത്തെ ആ ചർച്ച, സഭ നിർത്തിവെച്ചുള്ള ചർച്ച എത്ര കണ്ട് ഇപ്പോഴത്തെ ഈ ആശങ്ക നിറഞ്ഞ സാഹചര്യത്തെ നേരിടാൻ പര്യാപ്തമാണ് എന്ന വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, സഭ തുടങ്ങിയപ്പോൾ തന്നെ ഈ വിഷയം ചർച്ചക്കെടുത്തത് നന്നായി. ആ ചർച്ചയുടെ പുരോഗതി എങ്ങനെയാണ് അജിംസ് കേട്ടത്? ഇനി ഈ നിയമസഭയിൽ നമ്മുടെ ഭരണപക്ഷത്തിന് കൂട്ടായി നിന്നുള്ളൊരു മുന്നേറ്റത്തിന് എത്ര കണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെ മറികടക്കാൻ കഴിയും? നമ്മളൊരു പ്രശ്നം സഭയിൽ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടായി ചർച്ച ചെയ്യുക, ചർച്ച ചെയ്ത് അത് രേഖപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ്. അതൊരു പൊതുസമൂഹം ചർച്ച ചെയ്യാൻ അത് ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്തിടെയായിട്ട് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന അക്രമവാസനയാണ്. പിന്നെ മൊത്തത്തിൽ കേരളത്തിൽ ഈ ക്രൈമുകളുടെ എണ്ണം കൂടുന്നു. അതുപോലെ ഇതിൻ്റെ എല്ലാം കാരണം മയക്കുമരുന്നാണ് എന്ന ഒരു ആരോപണം ശക്തമായി സമൂഹത്തിലുണ്ട്. കാരണം മദ്യമാണ് കാരണമെന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ആളുകൾ കണ്ട ആൾക്ക് മനസ്സിലാവും. മദ്യപിച്ച് കഴിഞ്ഞാൽ മണം ഉണ്ടാവും, നാവ് കുഴയും, നടക്കുന്നതിന് പ്രശ്നം ഉണ്ടാവും. ഒരു മദ്യപിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടാൽ മനസ്സിലാവും. ഡ്രഗ് കഴിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വളരെ സ്വാഭാവികമായി പെരുമാറുന്ന പലരും ട്രിപ്പിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ആശങ്കജനകമായ കാര്യം. ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആരൊക്കെ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ചവരെ കണ്ടാൽ തിരിച്ചറിയില്ല. പലപ്പോഴും ഒരു കേസ് പിടിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നവരെയല്ല പിടിക്കുന്നത്, ഡ്രഗ് പെഡലേഴ്സിനെയാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തുകാരെയൊക്കെയാണ് പിടിക്കുന്നത്, വിൽക്കുന്നവരെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഇത് ആരും ഉപയോഗിക്കുന്നു, എത്ര പേര് ഉപയോഗിക്കുന്നു? കുറച്ച് മുമ്പ് ഞാൻ നിഷാദ് സംസാരിച്ചപ്പോൾ നിഷാദ് പറയുന്നൊരു 40% സ്കൂൾ വിദ്യാർത്ഥികളെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അധ്യാപകർ പറയുന്നു. പക്ഷെ നമ്മൾ കാണുന്ന സ്കൂൾ വിദ്യാർത്ഥികളൊന്നും ഇത് ഉപയോഗിച്ച് നടക്കുന്നില്ല. അവർ പഠിക്കുന്നുണ്ട്, അവർ സാധാരണ ഒരു സ്കൂളിൽ പോകുന്നവരാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ അതിലും നമുക്കറിയില്ല. ഇതൊരു സീരിയസ് പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ ക്രൈമും മയക്കുമരുന്നും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണോ ഇതിൻ്റെ കാരണം? അത് ഈ മയക്കുമരുന്ന് കഴിക്കാത്തവർ നടന്ന ക്രൈമിനെ എങ്ങനെ നേരിടും? ഇതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണ്, ഒരു സീരിയസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതിന് രാഷ്ട്രീയ പരിഹാരം മാത്രമാണ്? അങ്ങനെയല്ല. രാഷ്ട്രീയ പരിഹാരം വേണം, അത് പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് സാമൂഹികമായ ഇടപെടലും ഇതിൽ പ്രധാനമാണ്. ഇതൊരു പുതിയ പ്രവണതയാണ്. അതായത് സർക്കാരിന് പോലും ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർ ക്ലൂലെസ് ആണ്. അന്ന് മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടിയിൽ നമുക്ക് മനസ്സിലാവും. മുഖ്യമന്ത്രി പറഞ്ഞതാണ് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം. മുഖ്യമന്ത്രിയും സാധാരണ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. സിനിമയുടെ സ്വാധീനം, മയക്കുമരുന്നിൻ്റെ സ്വാധീനം, ഇല്ല പാരൻറ്റിങ്, ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. സാധാരണ നാട്ടുമ്പുറത്ത് ആളുകൾ എന്താണോ പറയുന്നത് അത് തന്നെ മുഖ്യമന്ത്രി നിയമസഭയിലും പറയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നടന്നിട്ടില്ല കേരളത്തിൽ. എന്തുകൊണ്ടാണ് ക്രൈം റേറ്റ് കൂടുന്നത്? ചെറുപ്പക്കാർ മയക്കുമരുന്ന് അഡിക്റ്റായിട്ടാണോ ഇങ്ങനെ ക്രൈം ചെയ്യുന്നത്? അതല്ല ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? ഈ കോവിഡിന് ശേഷം ഇതിനുണ്ടാകുന്ന ഒരു സർജ് എന്തുകൊണ്ടാണ്? ഇതൊന്നും ഒരു റിസർച്ച്, ഒരു പഠനം ഒന്നും നടന്നിട്ടില്ല. കുറേ സൈക്കോളജിസ്റ്റുകൾ പറയും എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾ, അവരുടെ മുന്നിൽ വരുന്ന കേസുകളെ കുറിച്ച് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതൊന്നും ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ല, മറ്റു ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് ഇഷ്യൂ ആണെന്നിരിക്കും. ഒരു പ്രത്യേകമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കി വേണം ഇതിന് പരിഹാരം കണ്ടെത്താൻ. അതല്ലാതെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഇത് ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല സഭയിൽ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം സർക്കാരിനെ കുറ്റപ്പെടുന്നുണ്ട്. സർക്കാർ ഇത്തരം എലമെൻസിനെ സഹായിക്കുന്നു. വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണുള്ളത്. ചെടിച്ചട്ടി കൊണ്ട് തല്ലി പൊട്ടിക്കുന്ന ആളെ രക്ഷാപ്രവർത്തകൻ എന്ന് വിളിക്കുന്നത് പിന്നെന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അതിനോട് മുഖ്യമന്ത്രി വളരെ അസഹിഷ്ണുതയാണ് തിരിച്ചു പെരുമാറിയത്. അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും, രാഷ്ട്രീയമായി സർക്കാരിനെ ആക്രമിക്കുമ്പോൾ പോലും
ഈ സാഹചര്യത്തെ ഒരു ലാർജർ പെർസ്പെക്റ്റീവ് നോക്കി കാണുന്ന ഒരു പ്രസംഗമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. അതേസമയം വി ഡി സതീശൻ അതിനെക്കുറിച്ച് കുറേ കൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് ചേർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും ചെയ്തു. അസംബ്ലിയിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്ന്, ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സർക്കാർ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു ടീമിനെ നിശ്ചയിക്കണം. ആ ടീമിൽ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള ആളുകൾ വേണം, സൈക്കോളജിസ്റ്റുകൾ വേണം, സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വേണം, ഈ പറയുന്ന ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളിൽ നിന്നുള്ള പ്രതിനിധികൾ വേണം, കുട്ടികളുമായി ബന്ധപ്പെട്ട ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റുകൾ വേണം, കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനം നടന്ന ഉദ്യോഗസ്ഥരോ ആ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരോ വേണം. എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ ഗവേഷണ വിഭാഗങ്ങൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ സർവകലാശാലയിൽ നടക്കുന്ന PhD തീസിസുകളെ കുറിച്ച് എനിക്ക് ഭയങ്കര തമാശ തോന്നാറുണ്ട്. മനുഷ്യന് ഒരു തരത്തിലും ഉപകാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുക, PhD സ്റ്റഡി നടത്തുക, ഡോക്ടറേറ്റ് നേടുക എന്നതിനപ്പുറം അത് സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ മാനവിക വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ അത്തരം വിഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സർവേകൾ നടത്തുക, പഠനങ്ങൾ നടത്തുക, പഠനങ്ങളുടെ അവസാനം ഇതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി നിശ്ചയിക്കുക, ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുക. അതല്ലാതെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഒരു ക്ലൂ ഇല്ലാതെ എല്ലാം മയക്കുമരുന്നിന് മുകളിലാണ്, എല്ലാവരും മയക്കുമരുന്നിന് അടിമുകളാണ് എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ വ്യാപനം എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി മയക്കുമരുന്ന് തന്നെയാണ് പ്രശ്നമെങ്കിൽ, നമ്മുടെ കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സർക്കാരാണ്. ഇപ്പോൾ സർക്കാർ പറയും, ഇപ്പോൾ കുറച്ച് മുമ്പ് എക്സൈസ് വകുപ്പിൻ്റെ ഒരു ഓപ്പറേഷൻ ഡി ഹണ്ടോ എന്തോ നടത്തിയിട്ട് 2500 കേസ് എടുത്തു എന്നൊക്കെ പറയുന്നു. ഈ കേസിൽ പിടിക്കപ്പെടുന്ന ആരാണ്? അതിൻ്റെ ചില്ലറ വിൽപ്പനക്കാരാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ കിങ് പിൻ ആയിട്ടുള്ള ആളുകൾ പിടിക്കാൻ കഴിയാത്തത്? ഒരു മാഫിയ സംഘം, അത് സർക്കാരിന് ഒരു തരത്തിലുള്ള ഗുണവും ഇതുകൊണ്ടില്ലല്ലോ. മയക്കുമരുന്ന് വിൽക്കുന്നതുകൊണ്ട് സർക്കാരിന് ടാക്സ് കിട്ടുന്നില്ല. ഇപ്പോൾ മയക്കുമരുന്ന് വിൽക്കപ്പെടുന്നുണ്ട്, അതിന് ടാക്സ് കിട്ടുമെങ്കിൽ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു വയ്ക്കാം. എന്തിനാണ് സർക്കാർ ഈ നടപടി എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിലെ പ്രമുഖരെ പിടികൂടാത്തത്? ഇപ്പോൾ ഏത് ബിസിനസ്സിന് ഒരു സംസ്ഥാനത്ത് ഒരു പ്രമുഖനുണ്ടാവുമല്ലോ, അയാളുടെ കീഴിലായി കാർട്ടലുകൾ അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. ഈ കാർട്ടലുകളുടെ തലവൻ എന്തുകൊണ്ട് കാണുന്നില്ല? അവരെപ്പോഴും അദൃശ്യരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് അവർക്ക് ഈ നിയമവിരുദ്ധ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും? കേരളത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. സർക്കാർ വിചാരിക്കുമ്പോൾ അത് കൃത്യമായി നിർത്താനും കഴിയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മയക്കുമരുന്നിൻ്റെ തലവനെ പിടികൂടാൻ കഴിയാത്തത്? അതായത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഒരു മാഫിയയ്ക്കും ഒരു സ്ഥലത്തും പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനർത്ഥം കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പിടിക്കുന്നത് പരൽ മീനുകളെയാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതേക്കുറിച്ച് സർക്കാർ സീരിയസ് ആണ്. മയക്കുമരുന്നാണ് ശരിക്കും പ്രശ്നമെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കുകയും അതിൽ ആരാണോ അതിൻ്റെ വമ്പൻ സ്രാവുകൾ അവരെ പിടിച്ച് അകത്തുകയും ചെയ്താൽ സംഭവം നിൽക്കും. ഒന്ന്. രണ്ട്, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളെ അതിലേക്ക് ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻട്രാപ്മെൻ്റ് ആണ്. ആദ്യം അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അവരിൽ നിന്ന് പണം വാങ്ങി ഈ സാധനം വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ് സർക്കാർ അതിനൊരു സ്ട്രാറ്റജി രൂപീകരിച്ച് ഒരു ടാസ്ക് ഫോഴ്സിനെ ഏർപ്പെടുത്തണം അത് നിർത്തലാക്കാനുള്ള. ഇനി മറ്റൊന്ന്, നമ്മൾ മുമ്പ് പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്ത പോലെ ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. ഈ സൈക്കോളജിസ്റ്റുകൾ നിരന്തരം ചൂണ്ടിക്കാട്ടുന്ന പോലെ ഡിജിറ്റൽ അഡിക്ഷൻ വഴി കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ. ആ സ്വഭാവ മാറ്റങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എമ്പതിയില്ലായ്മയാണ്. സഹജീവികളോടുള്ള ഒരു തരത്തിലുള്ള സ്നേഹമോ കാരുണ്യമോ ഇല്ലാതെ പെരുമാറുന്ന കുട്ടികളാണ്. അപ്പോൾ അത് നിർത്തലാക്കാൻ എന്ത് ചെയ്യണം? പ്രത്യേകിച്ചും ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം കുട്ടികളിലേക്ക് ഈ ഡിജിറ്റൽ എക്സ്പോഷർ കൂടിയ സാഹചര്യത്തിൽ, അവർ കൂടുതൽ അതിലേക്ക് അഡിക്റ്റഡ് ആവുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തടയിടാം? അപ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് പോലെ മൊബൈൽ ഉപയോഗിച്ചുള്ള പഠനം പ്രോത്സാഹിക്കുമ്പോൾ തന്നെ അത് കുട്ടികളിലേക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ചർച്ചയോട് ചർച്ച. നാളെ വേറൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. മുഖ്യമന്ത്രി നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കും. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് വളരെ കരളലയിപ്പിക്കുന്ന കഥകൾ നിയമസഭയിൽ പറയും. നിയമസഭ അതിനുള്ള സ്ഥലമല്ല. അതൊക്കെ നമുക്ക് പുറത്തിറങ്ങി പറയാം. നിയമസഭയിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള മാർഗ്ഗരേഖ ഉണ്ടാക്കുന്ന വ്യക്തമായ പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കേണ്ടത്. അല്ലാണ്ട് പരസ്പരമുള്ള രാഷ്ട്രീയ കുറ്റാരോപണങ്ങളോ അതൊന്നും അല്ല വേണ്ടത്. എന്താണ് പ്രശ്നമെന്ന് പഠിക്കുക, നടപടി വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ക്രൈമിനെ കുറിച്ച്, കേരളത്തിലെ ഡ്രഗ്സിനെ 2022 ഇതേപോലെ ഒരു ചർച്ച നടന്നതാണ്. PC വിശ്വനാഥ് അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ റോജി എം ജോൺ ഇന്ന് അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2022 വിശ്വനാഥ് അത് അവതരിപ്പിച്ചു. 2025 സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രമേയ അവതാരകനും അത് തന്നെ പറയുന്നു, മറുപടി പറയുന്നത് മുഖ്യമന്ത്രി അത് തന്നെ പറയുന്നു, ഇടപെട്ട് മന്ത്രിമാരും സെയിം. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഇത് പറയാനുള്ള സ്ഥലമല്ല, ഇതിങ്ങനെ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല അസംബ്ലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി ഒരു പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചർച്ചകളാണ് വേണ്ടത്. ഇനി അസംബ്ലി ചർച്ച ചെയ്യല്ല വേണ്ടത്. ഇനി സർക്കാർ, മിനിസ്ട്രി, ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്ത്
ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയേ മതിയാവും. കാരണം അത് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രഗ്സ് ആണെങ്കിൽ അത്, ഇനി അതല്ല മറ്റെന്തെങ്കിലും സോഷ്യോ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ നാളെയും ഒരു സംഭവം ഉണ്ടാവും, ആ സംഭവം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കും, മുഖ്യമന്ത്രി പതിവ് പോലെ ക്ഷുഭിതനാവും, പിന്നെ കുറേയൊക്കെ അദ്ദേഹം സംസാരിക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ശരി നിഷാദ്, ഇതിനകത്ത് വലിയ ആശങ്കാജനകമായൊരു സാമൂഹിക യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അജിംസ് പറയുന്ന പോലെ കൃത്യമായൊരു ഗവേഷണമില്ലാതെ, പഠനമില്ലാതെ നമ്മളൊരു സാമൂഹിക ഇടപെടൽ നടത്തുക എന്നുള്ളത്, ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഈ CM പറയുന്ന പോലെ ഒരു സാമൂഹിക മുന്നേറ്റമോ ഇടപെടലോ ഒക്കെ ഒരു ഇരുട്ടിൽ തപ്പലായി മാറുമോ? അല്ല, അതൊരു കാര്യം ശരിയാണ്. ഇന്നത്തെ നിയമസഭയിലെ പ്രസംഗം ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. നിയമസഭ പോലെ ഒരു സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഏതെങ്കിലും കാര്യത്തിൽ എന്തുമാത്രം സൃഷ്ടിപരമായ ചർച്ച നടക്കുന്നു, എന്തൊക്കെ പുതിയ ഓപ്പണിങ്സ് ഉണ്ടാക്കുന്നു ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കാണേണ്ട കാര്യം. നമ്മൾ ടെലിവിഷനിൽ ഇപ്പോൾ ലൈവത്തോണൊക്കെ ചെയ്തല്ലോ, കഴിഞ്ഞ ദിവസം സേഫൊക്കെ ചെയ്തു. അതുപോലെയുള്ള എല്ലാവരും കൂടി ഇരുന്ന് നമുക്ക് നന്നാവേണ്ടതുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളാകെ പ്രശ്നത്തിലാണ്, സിനിമ അവരെ ബാധിക്കുകയാണ് എന്നൊക്കെയുള്ള ഈ തരത്തിലുള്ള പരിഭവം പറച്ചിലിനപ്പുറത്തേക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ആ ചർച്ചയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വിമർശനം സാധുവായ ഒന്നാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു വീക്ഷണം അദ്ദേഹത്തിനുണ്ട്. കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ പല കോണുകളുണ്ടെന്നും പല വശങ്ങൾ ഈ പ്രശ്നത്തിനുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് തൻ്റെ സർക്കാരിന് കീഴിൽ എക്സൈസ് വകുപ്പ് എങ്ങനെ നന്നായി പ്രവർത്തിക്കുന്നു, എത്ര കേസുകൾ പിടിച്ചു, എന്തൊക്കെ പുതിയ വെപ്പൺസ് കൊടുത്തു, എന്തൊക്കെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, സൗകര്യങ്ങൾ ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ അതിൽ മാത്രം ഊന്നാതെ, എന്നാൽ അതുമാത്രമല്ല പ്രശ്നം, സർക്കാർ ഇത്രയും സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യുമ്പോൾ തന്നെയും പ്രശ്നങ്ങൾ അതിന് പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ നമ്മൾ പരസ്പരം പഴിചാരുകയല്ല വേണ്ടതെന്ന് പറയുന്ന അദ്ദേഹം ഈ സിനിമയിലെ വയലൻസ് എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്, അതൊരു സ്വാധീന ഘടകമാണ് എന്ന് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ നിയന്ത്രണത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് അദ്ദേഹം പറയാണ്, സെൻസർ ബോർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്. രണ്ടാമത്തേത് ഈ പറയുന്ന ഹാപ്പിനെസ്, സ്വന്തം ഹാപ്പിനെസ്സിന് വേണ്ടി ഏതറ്റം വരെയും പോകാം എന്നെല്ലാ കുട്ടികൾ സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വന്തം ഹാപ്പിനെസ്സിന് വേണ്ടി പരമാവധി പണം ചെലവാക്കണം, ആ പണം കണ്ടെത്താൻ ഏതു മാർഗവും സ്വീകരിക്കാമെന്നൊരു മാനസിക നിലയിലേക്ക് കുഞ്ഞുങ്ങൾ പോവുകയാണ്. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അത് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണനായകനാണ് എന്ന് മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ പുതിയ കാലത്തെ കുട്ടികളുടെ കാഴ്ചപ്പാട് വേറൊന്നാണ്. ആ കാഴ്ചപ്പാടിനെ കുറച്ചുകൂടി ആരോഗ്യകരമായി ശരിയായ ട്രാക്കിലേക്ക് എടുത്തു വെക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിതത്തെക്കുറിച്ചുള്ള കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അടച്ചു വളർത്തുന്നതിൽ, അവർക്ക് പൊതുവിടങ്ങളുമായിട്ടുള്ള ബന്ധമില്ലാതാക്കുന്നതിൽ, അവരെ ഇത്തരം മോശം സംഗതികളിൽ അഭയം പ്രാപിക്കാൻ കഴിയും വിധത്തിൽ ചുരുക്കി വളർത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അദ്ദേഹം ഒരു വിഷയത്തിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന പ്രസംഗമായി എടുക്കാം, അതല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുള്ള മുഖ്യമന്ത്രിയെയും കാണാം. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ സർക്കാർ ശരിയാവണ്ണം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര വഴി എന്താണ് എന്നാണ് ഇനി ആലോചിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ശരിയാവണ്ണമുള്ള അധ്യയനം കിട്ടാത്തവരാണോ? പുതിയ കാലത്ത് അവർക്ക് ജീവിക്കുന്ന ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ ഇടപെടണമെന്നും അവരെ പഠിപ്പിക്കാൻ നമ്മുടെ അധ്യയന സംവിധാനങ്ങൾ പരിമിതപ്പെടുന്നുണ്ടോ? അതിൽ ഉത്തരം പറയേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ഇപ്പോൾ അതിനകത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, കുട്ടികൾക്ക് ആവശ്യമായ കളിസ്ഥലങ്ങളില്ലാതെ വരുന്നതുകൊണ്ട് അവരെല്ലാം വീടുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു, അവർ സോഷ്യൽ മീഡിയയിലേക്ക് ചുരുങ്ങിപ്പോകുന്നു, അവരെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരിക, അവർക്ക് കൂടുതൽ കളിസ്ഥലങ്ങളും കൂടുതൽ ഒരു എന്താ പറയുന്നത് ഫിസിക്കലി എല്ലാവർക്കും പരസ്പരം ഇടപഴകാൻ കിടന്ന സ്പേസസ് ഉണ്ടാക്കുക, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടോ? ഇനി പേരൻറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന എന്താണ്? ഇത്തരം ആലോചനകളിലേക്ക് നിശ്ചയമായിട്ടും ഗവൺമെൻറ് കടക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് ഈ വിഷയം സംസാരിക്കും പറഞ്ഞുകൊണ്ട്, എന്താണ് കേരളം നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി, അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്തോ ആവാം. ഒന്ന് സിനിമയാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന മയക്കുമരുന്നാവാം, അതുമല്ലെങ്കിൽ പേരൻറ്റിങ് ഇഷ്യൂസ് ആവാം, സോഷ്യൽ മീഡിയ യുഗത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നാവാം. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിൽ കഴിഞ്ഞ വർഷം ആളുകളെ വെടിവെച്ചു വന്ന കുട്ടികളുടെ കഥ. ഇത് കേരളത്തിൽ മാത്രമുള്ളതല്ല, പുതിയ തലമുറ എല്ലായിടത്തും അനുഭവിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ അവരെപ്പോഴും സംസാരിക്കുന്നു. തോക്ക് ലൈസൻസ് നിയന്ത്രിക്കണം എന്നൊരു വിഭാഗം പറയുന്നു, മയക്കുമരുന്നാണ് പ്രശ്നമെന്ന് ഒരു വിഭാഗം പറയുന്നു, കുടിയേറ്റമാണ് പ്രശ്നമെന്ന് വേറൊരു വിഭാഗം പറയുന്നു. ഇപ്പോഴും അവർക്കൊരു തീർപ്പിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കുട്ടികൾ സ്കൂളിൽ രാവിലെ തോക്കുമായി വന്ന ആളുകളെ കൊല്ലുന്ന, സഹപാഠികളെ കൊല്ലുന്ന സംഭവം ഇപ്പോഴും അവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാർ പഠിക്കുകയോ ഗവേഷണം നടത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ അവലംബിക്കുകയോ എന്തോ ആവാം. നമ്മുടെ ചോദ്യം ഇതാണ് ഗവൺമെൻറ്റിനോട്, എന്തുകൊണ്ടാണ് ഇത്തരം ക്രൈം ആവർത്തിക്കുന്നത്? അതിനെന്താണ് റീസൺ? അത് തടയാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് ഉത്തരം പറയാനാണ് സർക്കാരിൻ്റെ ബാധ്യത. കൂടിയിരുന്ന് മെഴുകുതിരി കത്തിച്ച് വേദന പങ്കുവയ്ക്കൽ സർക്കാരിൻ്റെ ശരിയാണ്, പങ്കുവെച്ചോട്ടെ, പക്ഷേ സർക്കാർ റീസൺ കണ്ടെത്തുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്ന സർക്കാരിൻ്റെ ബാധ്യത നിറവേറ്റുന്നുള്ളത്. ഇപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് ഒരു സീരിയസ് പ്രശ്നമാണ്. മയക്കുമരുന്നാണോ ഈ അക്രമങ്ങൾക്കെല്ലാം കാരണം ചോദിച്ചാൽ, മയക്കുമരുന്ന് അക്രമങ്ങൾക്ക് ഒരു കാരണമാണ്, അത് തർക്കമില്ല. മയക്കുമരുന്നിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ എന്താ പറയുന്നത്
MDMA സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ 3 പേരും ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ MDMA സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം അറിയാമോ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ആക്രമിക്കാൻ എപ്പോഴും സാധ്യതയുണ്ടെന്നുള്ള ഒരു വ്യാജമായ ത്രെട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ആദ്യം ആക്രമിക്കാൻ ശ്രമിക്കും. കാരണം എന്താണ്? നിങ്ങൾ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ പോവുകയാണെന്ന് തോന്നും. സയൻറ്റിഫിക് സ്റ്റഡീസ് പറയുന്നതാണ്, നിങ്ങളത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും. നിങ്ങൾക്ക് എപ്പോഴും വ്യാജ ശത്രുക്കളെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ തോന്നും. നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പോവുകയാണെന്നുള്ള നിരന്തരമായ ഭയം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. ഒരു സ്ഥലത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമാണ്, ചെറിയൊരു പ്രശ്നത്തിനകത്ത് വേണമെങ്കിൽ എനിക്ക് അധികമായിട്ടുള്ളൊന്നും ചെയ്യാതെ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയും. MDMA നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ട് എനിക്കത് കഴിയില്ല. എൻ്റെ അത് ഒരു സംഗതിയെ ഒരു ഓവർ ആക്ടിനെ വഴിയിൽ തടയാനുള്ള നമ്മുടെ സ്വാഭാവികമായ ശേഷിയെ ഇത് എടുത്തു കളയും. പിന്നെ ഞാൻ എപ്പോഴും അധികമായി ആക്ട് ചെയ്യാൻ തുടങ്ങും. എപ്പോൾ വേണമെങ്കിലും ഞാൻ പ്രൊവോക്കഡായും. അതുകൊണ്ടാണ് വഴിയിൽ വണ്ടി തട്ടിയുണ്ടായ സംഘർഷത്തിൽ പോലും പെട്ടെന്ന് ആളുകൾ കത്തിയെടുക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് ആക്രമിക്കുന്നതിൻ്റെ കാരണം ഈ ശേഷി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ ആക്രമണങ്ങൾ, അതായത് എന്തിന് ഈ ഒരു ചെറിയ കാര്യത്തിന് കൊന്നു എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടുമല്ലോ, ആ ചെറിയ കാര്യത്തിന് ഇത്രമേൽ വയലൻ്റ് ആവുന്നതിൻ്റെ പ്രധാന കാരണം ഈ സിന്തറ്റിക് ഡ്രഗാണ്. അത് അവിതർക്കിതമായ കാര്യമാണ്. അത് കേരളത്തിലെ കൂടി വരുന്ന ക്രൈമിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ആരാണ് പറയേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞുള്ള ഈ പറയുന്ന വൻകിട കച്ചവടക്കാരുടെയൊക്കെ മുതലാളിമാരാരാണ്? ഇത് കൊണ്ടുവരുന്നത്? എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? കേരളത്തിലേക്കുള്ള ഇത് കടന്നു വരുന്ന മെയിൻ ഗേറ്റുകൾ ഏതൊക്കെയാണ്? അത് എന്തുകൊണ്ടാണ് അടയ്ക്കാൻ പറ്റാത്തത്? അതിനെന്തൊക്കെ പുതിയ സംവിധാനം വേണം? ഇപ്പോൾ മുഖ്യമന്ത്രി 66 പുതിയ ബലോറോ വാഹനങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയ ഡിജിറ്റലൈസേഷന് വേണ്ടി ഇന്ന സംവിധാനങ്ങൾ ഏർപ്പാടാക്കി, ഇത്ര പൈസ കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് വൻകിടക്കാർ പിടിക്കപ്പെടാത്തത്? അതിനാ ഉത്തരം വേണ്ടത്. അല്ലാതെ ഇത്ര പിസ്റ്റളുകളും അല്ലെങ്കിൽ റിവോൾവറുകളും കൊടുത്തു, ഇത്ര ബലോറോ കൊടുത്തു, ഓക്കെ, എന്നാൽ എന്നാ റിസൾട്ട്? അതിന് ഗവൺമെൻറ് മറുപടി പറയണം. അതുകൊണ്ട് ലഹരി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലഹരി കേരളത്തിൻ്റെ ഒരു കൺസേണാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും വിചാരിക്കുന്നു ലഹരി പ്രശ്നമാണെന്ന്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്കൂളുകളിലെ അധ്യാപകർ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അത് പരിഹരിക്കണം. അല്ലാതെ അതാണോ പ്രശ്നം, ഇതാണോ പ്രശ്നം, ഇതും പ്രശ്നമാണ് എന്ന് കാടടച്ച് വെടിവെക്കലല്ല. നമുക്കെല്ലാം പരിഹരിക്കാം. ആദ്യം ലഹരി പരിഹരിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അക്രമം ഇല്ലെങ്കിലും ലഹരി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരമമായ ബാധ്യത ഗവൺമെൻറ് നിറവേറ്റുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രതിപക്ഷത്തിനും ഫോക്കസ് ഉണ്ടാവണം. പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നതും കാര്യമുണ്ട്. അക്രമത്തെ ഹീറോ ആക്കാൻ പാടില്ല. അത് വാലിഡായ പോയിൻ്റാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. തലയടിച്ച് പൊട്ടിക്കുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചാൽ അത് കാണുന്ന കുട്ടികൾക്ക് എന്താ വന്നത്? അതും പാടില്ലാത്തതാണ്. ഒരു നിലയ്ക്കും വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യാനോ ഹീറോയ്ക്കാക്കാനോ ഉള്ള ഒരു സന്ദേശം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം സവിശേഷമാണ്. ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം. ഭരണകൂടത്തിനകത്ത് സ്പെഷ്യൽ സ്റ്റെപ്സ് എടുക്കാൻ കഴിയണം. അതിനുള്ളൊരു ഫോഴ്സാണ് ഉണ്ടാവേണ്ടത്. നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ഗൗരവം സർക്കാരിന് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് സർക്കാർ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നത്. ആ ഗൗരവം ഉൾക്കൊണ്ട് കഴിഞ്ഞ സർക്കാർ നാളെ അതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാവർക്കും കൂടി വന്ന വിപത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കരയണം എന്ന നിലയല്ല എടുക്കേണ്ടത്. ഗവൺമെൻറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ, ഗവൺമെൻറ്റിനെ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കാൻ, അല്ലെങ്കിൽ സർക്കാർ ആ കാര്യത്തിൽ ദൗത്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്താൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ കൂടുതൽ ആനുകൂല്യത്തിന് കാര്യമൊന്നുമില്ല. ഗവൺമെൻറ്റിന് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വിപത്ത് പറ്റി, അതുകൊണ്ട് സർക്കാരിനെ കുറ്റം പറയരുതല്ലോ എന്ന അനുഭാവത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഗവൺമെൻറ്റിനെ തന്നെയാണ് പറയേണ്ടത്. ഗവൺമെൻറ്റാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പുതിയ ജീവിത പ്രതിസന്ധികൾക്ക് പുതിയ പരിഹാര മാർഗ്ഗങ്ങൾ ആലോചിക്കാൻ കഴിയുന്ന വിഭാവനശേഷി ഭരണകൂടങ്ങൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കണം. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മളെ മുന്നോട്ട് നയിക്കലാണ്, നമ്മുടെ തടസ്സങ്ങളെ നീക്കലാണ്, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കലാണ്. അത് നിർവഹിക്കുന്നതിൽ ഭരണകൂടം എന്തുമാത്രം പണിയെടുക്കുന്നു എന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. 9 വർഷം ഈ സർക്കാരിൻ്റെ കഴിഞ്ഞു. 9 വർഷമായി നിരന്തരം ഈ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും അത് പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കാം.